ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ്. കംപ്ലീറ്റ് ആയിട്ടൊന്നും പ്രൊഡക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ ടു റിവിസ്റ്റ് ചെയ്തും എല്ലാ ദിവസവും എഴുതാറുണ്ട്. ചില ദിവസം ഞാൻ രാത്രി എഴുതാറുണ്ട്. എഴുതിയിട്ട് അത് എന്തൊക്കെ ചെയ്തു, നമ്മൾ കംപ്ലീറ്റ് ആക്കി എന്നൊക്കെ നോക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തിറങ്ങി വെറുതെ ഇങ്ങനെ ഒരു 2 റൗണ്ട് നടന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നൊന്ന് ക്ലീൻ ചെയ്യാന്ന്. ഇവിടെ കുറെ ഇലകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നുമല്ലോ. എങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും പ്രൊഡക്റ്റീവായിട്ട് നിൽക്കേണ്ടത്? നമുക്ക് ഓരോ ദിവസവും ചെറിയ ചെറിയ ടാസ്ക് വെച്ചിട്ട് ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യാറ്. ഇപ്പം പിന്നെ വെക്കേഷൻ്റെ ടൈം ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ മടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് വേണം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ അപ്പം തന്നെ ചെയ്യാം. എല്ലാ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. ഒരു 15 മിനിറ്റ് 10 മിനിറ്റ്സ് വെച്ചിട്ട് ചെയ്യാം. അത് അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുമ്പം അത് നമുക്ക് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. അങ്ങനെയാണ് ഞാനിപ്പം പ്രൊഡക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു, ഗാർഡനൊക്കെ ക്ലീൻ ചെയ്തു. എല്ലാം കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ ഏകദേശം ഒരു 10 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഉമ്മ നല്ല മാങ്ങ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ സബ്സ്ക്രൈബറിൻ്റെ കൗണ്ട് നോക്കിയപ്പോൾ 406 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 500 സബ്സ്ക്രൈബർ ആവാൻ പോവാണ്. അപ്പോൾ വെൽക്കം ടു മൈ ഫാമിലി. ആരെങ്കിലും പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ആക്റ്റീവായി നിൽക്കാൻ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് സെലിബ്രേറ്റ് സ്മോൾ വിൻസ് എന്നുള്ളത്. അപ്പം ഇവിടെ ഞാൻ ചെറിയൊരു സ്മോൾ വിന്നാണെങ്കിലും 400 സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പം ഞാനത് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു ചെറിയൊരു കേക്ക് ഉണ്ടാക്കി. ഇതിപ്പം വളരെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ സോഷ്യൽ മീഡിയയിൽ, ഓറിയോ വെച്ചിട്ട് കേക്ക്. അപ്പം ഞാനത് ഉണ്ടാക്കി. നല്ല ടേസ്റ്റുള്ള സോഫ്റ്റ് കേക്കായിരുന്നു. അപ്പം നിങ്ങളും ചെറിയ ചെറിയ വിൻസ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നോട്ട്സ് എഴുതാൻ കുറേ അസൈൻമെൻറ്റ് എഴുതാനുണ്ട്. അപ്പോൾ അസൈൻമെൻ്റ് ഒക്കെ എഴുതി കുറേ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ പഠിക്കുന്നതിന് മുന്നേ ഡെസ്കൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനും എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ അതിന് മുന്നേ എല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ പിന്നെയും കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ജേണൽ എഴുതാം. കുറേ ആയി ഞാൻ ജേണൽ എഴുതിയിട്ട്. ജേണൽ ഇപ്പം കഴിഞ്ഞ 2 മാസം മുന്നേ എഴുതി വെച്ചതാണ്. അപ്പം ഇതാണ് എൻ്റെ ജേണൽ ബുക്ക്. ചെറിയൊരു ഡയറിയാണ്. അതിൽ ഞാൻ ഇങ്ങനെ എല്ലാ മന്തും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഡിസംബറിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡിസംബറിൽ ഞാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ബുക്കത്. പിന്നെ ഞാൻ എല്ലാം ഡെസ്കൊക്കെ എല്ലാം ക്ലീൻ ചെയ്തു, ബുക്കൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച്, വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ബുക്കൊന്നും ഉണ്ടാവില്ല. അപ്പം ഡെസ്കൊക്കെ മേക്ക് ഓവർ ചെയ്യുക. പുതിയ ഇയർ ആകുമ്പോഴേക്കും ഡെസ്കൊക്കെ ക്ലീൻ ചെയ്യുക. ചെറിയ ചെറിയ ഹാബിറ്റൊക്കെ കൊണ്ടുവരിക. ക്ലീനിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായി. ഇപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ എടുക്കാൻ മറന്നുപോയി ഞാൻ. അപ്പോൾ ലഞ്ചിന് ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടമായിരുന്നു. പിന്നെ രാവിലെ ഉണ്ടാക്കിയ അച്ചാർ എല്ലാം കൂടെ ലഞ്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം കൂടെ കഴിക്കാൻ. കാരണം നല്ല ലേറ്റായി ഫുഡൊക്കെ കഴിക്കാൻ. അത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ക്ലാസ് തുടങ്ങി. ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ക്ലാസ്സിന് കുറേ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്തപ്പോൾ ക്ലാസ്സിൽ കഴിയുമ്പോൾ തന്നെ ഒരു 5:30 6 മണി ആവാനായിട്ടുണ്ട്.
ഈവനിങ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാന്ന്. അപ്പം വീട്ടിൽ പാസ്ത ഉണ്ട്, മക്രോണി ഉണ്ട്. പാസ്ത ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാ സാധനങ്ങളൊന്നും ഇല്ല, എന്നാലും പറ്റുന്ന പോലെ ഒരു എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ചീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. ഞാൻ 1 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ മക്രോണി. അപ്പോൾ ഇത് നോർമൽ പാസ്ത ഉണ്ടാക്കുന്ന പോലെ അത് ബോയിൽ ചെയ്തിട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കന് കുറച്ച് മാരിനേറ്റ് ചെയ്യാനുണ്ട്. കുറേ ഓവർ മസാലയൊന്നുമില്ല. കുറച്ച് മുളക് പൊടിയും അങ്ങനത്തെ കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച്. അപ്പം പിന്നെ ഒരു പാനിൽ ഉള്ളി, പിന്നെ ബട്ടറിലാണ് സോട്ട് ചെയ്തത്. എൻ്റെ ബട്ടർ ഇല്ലാത്തത് കൊണ്ട് ഓയിൽ എടുത്തു. നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം. ഉള്ളി, കുറച്ച് ഗാർലിക്ക്, പിന്നെ തക്കാളി ഒക്കെ ഇട്ടിട്ട് നല്ല ബോയിൽ ചെയ്ത് കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പം അത് നന്നായിട്ട് ഒരു ബോയിൽ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ്റെ ബോൺസ് ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ്റെ എല്ലിൻ്റെ പീസ് മാത്രം ഇട്ട് കൊടുത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ടിട്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഇഷ്ടമുള്ള മസാലാസ് ഇടാം. അപ്പോൾ നിങ്ങൾ ഒരു ഒത്തൻറ്റിക് പാസ്ത അല്ല ഇത്, ഞാൻ എൻ്റെതായ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാണ്. വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ ഞാൻ പോയത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേന്ന് വിചാരിച്ചിട്ട് പുതിയ വെറൈറ്റി ട്രൈ ചെയ്യണമല്ലോ, അങ്ങനെ ചെയ്തതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഇതിലിട്ടതെന്ന് വെച്ചാൽ മുളക് പൊടി വളരെ കുറവായിട്ടിട്ടുള്ളൂ, ഓവർ കളർ വേണ്ട വിചാരിച്ചു. പിന്നെ കുരുമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, ചിക്കൻ പൊടി, അങ്ങനെ നമുക്ക് ഇഷ്ടമുണ്ടാവുന്ന നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള മസാലാസൊക്കെ ഇട്ട് ചിക്കൻ്റെ എല്ലിൻ്റെ പീസ് മാത്രം ഇടില്ല, ബോൺലെസ് ഞാൻ മാറ്റി വെച്ചു. അതാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത്. എല്ലുള്ള പീസ് ഞാൻ ഇതിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങി വന്നപ്പം ചിക്കൻ വേറെ ഫ്രൈ ചെയ്തിട്ട് ഈ മസാലേൻ്റെ കൂടെ ആഡ് ചെയ്തു. പിന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത ബുൾഡക്കിൻ്റെ മസാല, എനിക്ക് ബുൾഡക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബുൾഡക്കിൻ്റെ കുറച്ച് ഇത് ഒരു പാക്കറ്റ് ബാക്കി ഉണ്ടായി. അപ്പം ഞാൻ ഇതിൽ ആഡ് ചെയ്തു. ഇതിട്ട് കഴിഞ്ഞാൽ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. നോർമൽ പാസ്തക്ക് അതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് വരുമല്ലോ, പക്ഷെ എൻ്റെ കയ്യിൽ ഒറിഗാനോ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ 1 സ്പൂൺ മൈദ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിൽ തന്നെ ഡയറക്റ്റ് വൈറ്റ് സോസ് ഉണ്ടാക്കുക ചെയ്തത്. 1 സ്പൂൺ മൈദ, പിന്നെ ഒരു ഹാഫ് കപ്പിൽ ഒരു ഹാഫ് ഗ്ലാസ്സിൽ പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് സെറ്റ് ആവണം. സെറ്റ് ആയിക്കഴിഞ്ഞാൽ മസാലയൊക്കെ അതിലൊന്ന് ആയിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ചീസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, മൊസറല്ല ആഡ് ചെയ്യാം. ഞാനിതിൽ നോർമൽ ചീസാണ് ആഡ് ചെയ്തത്. അങ്ങനെ ഒരു 3-4 സ്ലൈസ്ഡ് ചീസ് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് മൂടി വെക്കുക. മസാല എല്ലാം സെറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മക്രോണി അല്ലെങ്കിൽ പാസ്ത ആഡ് ചെയ്യാം. അങ്ങനെ അത് മൂടിയേക്ക് ആവശ്യത്തിലധികം പെപ്പർ പൗഡർ ഇടുക, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒറിഗാനോ ആഡ് ചെയ്യുക. ഇതാണ് പാസ്ത. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നില്ല, ഒരു വെറൈറ്റി ടേസ്റ്റ്. കാരണം ബുൾഡക്കിൻ്റെ മസാലയും പിന്നെ ഞാൻ എൻ്റെതായ ഇഷ്ടത്തിന് കുറച്ച് മസാലാസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനൊക്കെ ചെയ്യാം. നിങ്ങൾ ആ ഒരു മസാല പൊടിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വൈറ്റ് സോസ് ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ഭയങ്കര എസ്തറ്റിക് സ്റ്റൈലിലൊന്നും അല്ല ഒന്നും എടുക്കുന്നത്, എല്ലാം ഒരു റിയലിസ്റ്റിക് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം അങ്ങനെ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ട് എടുക്കുന്നേ ഉള്ളൂ. അപ്പം നിങ്ങളിതിൻ്റെ എസ്തറ്റിക്സ് ഒന്നും നോക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയാം, ഇഷ്ടമാവുന്നില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് പറയണം എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത്, ഇതുപോലത്തെ ടൈപ്സ് ഒന്നും ഇഷ്ടമായിട്ടില്ല എന്ന് പറയണം. ഇത് രാവിലെ ഉണ്ടാക്കിയ അച്ചാറ് എല്ലാം ബോട്ടിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് വെറുതെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലും അത് അറിയിക്കുക. അതൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രിയായി. പിന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഡെയിലി ചെയ്യാറില്ല, എന്നാലും ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്തു. പിന്നെ രാത്രിയായി. ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഉറങ്ങും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടമാവുന്നില്ലെങ്കിലും പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.